ജോർജിയ ടിബിലിസി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോദാവരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് 3 hours ഉണ്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഭയങ്കര സ്നോ ആയിരിക്കും. ഭയങ്കര സ്നോ, നമ്മൾ മേളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല സ്നോയും അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്നോ വെച്ച് അടിപൊളി സാധനമൊക്കെ തരിക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ സാധനം തുണിയിട്ടിട്ടുണ്ട്, തെർമൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് തണുപ്പടിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഓക്കെ, നമ്മൾ ആയി കയറി കേട്ടോ. ചെക്കൗട്ട് ചെയ്ത് ഇനി നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളെവിടെയാണ് പോകുന്നത്? ഗുദാവരി. നമ്മൾ ഗുദാവരിയിലോട്ടാണ് പോകുന്നത്. മഞ്ഞുമലയുടെ ഇടയ്ക്കാണ് നമ്മൾ, അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സിംഗ്വാലി റിസർവോയറിൽ നിന്നാണ് ടിബ്ലിസി മുഴുവൻ വെള്ളം സപ്ലൈ, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സപ്ലൈ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പനോരമിക് വ്യൂവും അവിടുത്തെ ഒരു വ്യൂ പോയിന്റുമാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. അവിടെ നിന്ന് നിനക്ക് സുവനീർസ് വാങ്ങാം, പിന്നെ അവിടെ കിടിലം ഫോട്ടോ എടുക്കാം. മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. 3 മണിയാകുമ്പോൾ അവിടെ സ്നോ ഉള്ള ഗോദാവരി സ്കീ റിസോർട്ടിൽ എത്തണം. എന്നാലും നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് സ്റ്റേ ഗോദാവരി തന്നെ, റിസോർട്ടിന്റെ അടുത്ത് തന്നെ. അപ്പൊ നമ്മളൊരു 3 മണിക്ക് എത്തണം. അപ്പം അല്ല, താഴെ ആയിരുന്നെങ്കിൽ ആദ്യം ഗോദാവരി പോയിട്ട് വരാമായിരുന്നു. ഇല്ലില്ല, ഇത് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ സ്പോട്ടെല്ലാം. അപ്പൊ നമ്മൾ അവിടെ മാക്സിമം ഒരു സ്പോട്ടിൽ നമുക്കൊരു 45 minutes മാക്സിമം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. സിർവാലിയിൽ ഇപ്പോ ഒരു 45 minutes കൊണ്ട് എത്തും. ഓക്കെ, ശരി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഞാൻ കാണിക്കാം നിങ്ങളെ. അടിപൊളി വ്യൂ ആണ് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, സെറ്റ് വ്യൂ ആണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അടിപൊളി വ്യൂ. ഞാൻ കാണിച്ചു തരാം, അടിപൊളി വ്യൂ കാണിച്ചു തരണ്ട. സെറ്റ് വ്യൂ അല്ലേ, സെറ്റ് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല വ്യൂ ഉണ്ട് കേട്ടോ, സെറ്റ് വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് അങ്ങോട്ട് ചുമ്മാ കറങ്ങാൻ പോവാണ്. ജസ്റ്റ് ഇതൊക്കെ കണ്ടു. അപ്പോൾ പക്ഷെ അങ്ങോട്ട് നടക്കും. അവിടെ ഇവിടെ പിന്നെ കുറേ ഷോപ്സ് ആണ്, സ്വെറ്റേഴ്സിൻ്റെയും ജാക്കറ്റ്സിൻ്റെയും ബൂട്ടിൻ്റെ ഒക്കെ സ്വെറ്റേഴ്സ്, അങ്ങനത്തെ ഷോപ്പുകളാണ്. ഇതൊക്കെ ഡ്രസ്സ് കേട്ടോ. പ്ലാനിലെത്തി. അപ്പോൾ നമ്മൾ പ്രീവിയസ് അത് ഇച്ചിരി ഉള്ളായിരുന്നു, വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പേരെന്തോ? അനന്നൂരി ഫോർട്രസ്റ്റ്. അതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ വ്യൂ ആണ്. ഓക്കെ, വൈനാട്ടോ, പോമഗ്രാനൈറ്റ് വൈൻ. ഇത് സ്പെഷ്യൽ സാധനമാണ്, അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും ജോർജിയ വന്നിട്ട് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. പൊളിപൊളി, അടിപൊളിയാണ്. എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും വാങ്ങി കുടിക്കുക കേട്ടോ. ഇത് ഗ്രേപ്പിന്റെ വൈനല്ല, ആക്ച്വലി ഇത് പോമഗ്രേറ്റിന്റെ വൈനാണ്. ഇത് ഹോം മെയ്ഡ് വൈനാണ്. നല്ലൊരു ക്ലാസ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, ഓക്കെ. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?
അടിപൊളി ഹോം മെയ്ഡ് വൈൻ നമ്മൾ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അത് ഇനി 4-5 ഉപ്പയുടെ കടയിൽ റിസർവ് ഉണ്ട്. സോ വി വിൽ ഹാവ് ഇറ്റ് ആഫ്റ്റർ സം ടൈം. ഇറങ്ങാൻ പോവാട്ടോ. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. ഇതിന് പേരെന്താ? അനൂരി ഫോർട്രസ്. അനൂരി ഫോർട്രസ്. അപ്പോൾ ഇത് പുതിയ അച്ഛൻ കേട്ടോ. നമ്മൾ ഈ അച്ഛൻ നമ്മൾ പറയാം പുതിയ ഗൈഡ്സ്. സീക്രട്ട് ടണലുണ്ട് ഗൈസ്. ഇപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പോയി ഫുഡൊക്കെ എടുക്കാൻ ആ ടണലിൽ പോയി ഫുഡ് എടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അങ്ങനെ ഉണ്ടോ? അതായത് അറ്റാക്ക് ഇതൊരു ട്രൈബൽസിന്റെ ഒരു ഏരിയ ആണ് അല്ലയോ? ഓക്കെ ഓക്കെ. നല്ല ഭയങ്കര നല്ല വലിപ്പമുള്ള പട്ടികളെ കണ്ടു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, പട്ടിയുടെ ആ എല്ലാത്തിൻ്റെയും ഇയർ റിങ് അടിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാത്തിൻ്റെയും. കേട്ടോ രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അതിനകത്ത് കാണാൻ പോവാം. സംഘം ഫോട്ടോ എടുക്കുന്നത്. ഈ നമ്മളിന്നലെ പോയ ഒരു മറ്റേ പള്ളിയില്ലേ, അതുപോലത്തെ ഒരു സെയിം ടൈപ്പ് തന്നെയാണ്. പക്ഷേ വോളെല്ലാം കല്ല് വെച്ചുണ്ടാക്കിയത് കണ്ടോ. ഇതൊക്കെ ഭയങ്കര സ്റ്റോറീസ് ഉണ്ട് ഇതിനെ പറ്റി, ഓരോ വോളിനെ പറ്റി. സാനി എന്നുള്ള വേറൊരു ട്രൈബ് വന്നിട്ട് ഈ ഇവിടുത്തെ നൂരി എന്നുള്ള നാട്ടുകാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചു നിന്നു. അപ്പോൾ ഈ നൂരിയിലുള്ള ഒരു പെൺകുട്ടി, അന എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഇവർ ക്യാപ്ചർ ചെയ്തിട്ട് ടോർച്ചർ ചെയ്തിട്ട് അവരെവിടെയാണ് നിൽക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്. ഇവർ ഫുഡ് വേറെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഈ ടണൽ വഴിയാണ് ഇവർ ഫുഡ് കൊണ്ടുവരുന്നത്. പുറത്ത് ടണലാണ്. അപ്പോൾ ആ നൂരി എന്നുള്ള അന എന്നുള്ള പെൺകുട്ടീനെ ഈ ടോർച്ചർ ചെയ്തിട്ടും പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടീനെ അവർ ടോർച്ചർ ചെയ്ത് കൊണ്ടു. അപ്പോൾ അതിൻ്റെ മെമ്മോറി അവിടെ എൻ്റെ മേളിൽ കയറി വ്യൂ എടുക്കാൻ വേണ്ടി, വ്യൂയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. ഈ പ്ലേസ് ആണ്. കുറേ ഹിസ്റ്റോറി കുറേ സ്ഥലമുണ്ട് കേട്ടോ. പപ്പയുടെ തൊപ്പിയാണ് ഇവിടെ കടന്നിട്ട് പോയി. ഇവിടെ അടിപൊളി വ്യൂ ആണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകും. കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും. ഫോട്ടോ ഇതൊരു വാച്ചാറാട്ടോ. മേളിലെത്തി, ഭയങ്കര മേളിലെത്തി കേട്ടോ. ഇതൊരു വാച്ചാറാ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടോ എല്ലാം കാണാം, എല്ലാം കാണാം. കണ്ടോ ഒരു വാച്ചാറാ. ഇവിടുന്ന് പോകാൻ കുറച്ച് പണിയാ, കുറെ നടക്കാനുണ്ട്. ഭയങ്കര റിസ്ക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാ വന്നത് ചോദിച്ചാൽ അറിയത്തില്ല. അയ്യോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ അതിനകത്ത് കയറി നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ, ഡേ 2 രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ. അടിപൊളിയാണ്. എല്ലാവരും വന്ന് ഇപ്പോൾ ഡേ 2 ആയി. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. ഇനി മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ സ്നോ അവിടെ സ്ഥലത്ത് പോകും. ഓക്കെ, അവിടെ തേർഡ് ഡെസ്റ്റിനേഷൻ കാണാം. ബൈ ബൈ. ഈ ഒരു സീയുടെ പ്രത്യേകത ഇത് ലേക്കാണ്. ഇപ്പൊ ഇത് ലേക്കാണോ സീയാണോ എന്തോ?
അത് റിവറാണ്, രണ്ടുമല്ല റിവറാണ്. ഇത് പ്രത്യേകത പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ വൈറ്റ് കളർ വരും, ഇപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക് കളർ വാട്ടർ വരും. കണ്ടോ, ഇത് കാണാം, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ കേട്ടോ. ഇത് അങ്ങനത്തെ സെറ്റപ്പ്. അതെന്താ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താപ്പാ വൈറ്റും ബ്ലാക്കും വരുന്നത്? അതെന്താ വെച്ചാല് രണ്ട് സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് അറിയത്തില്ല. ടോട്ടലി അറിയത്തില്ല. നമുക്ക് നമ്മുടെ അച്ചാച്ചോട് ചോദിക്കാം. അച്ചാച്ചുണ്ട്. അച്ഛാ, ഇതിന്റെ രണ്ടിന്റെയും മിനറൽ കണ്ടന്റ് വേറെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിന് വൈറ്റ് കളർ ആയിരിക്കും, ഒന്നിന് ബ്ലാക്ക് കളർ ആയിരിക്കും. ഇത് രണ്ടും ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്നോ അലിഞ്ഞിട്ട് വരുന്ന വെള്ളമായതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് വന്നിട്ട് രണ്ടും ഒന്നിച്ച് ഒഴുകുന്നു. ഇതാണ് കേട്ടോ, ഇതാണ് ഈ സീയുടെ പ്രത്യേകത. പറഞ്ഞാൽ മനസ്സിലായല്ലോ, മിനറൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ തേർഡ് സ്പോട്ട്. ഇതിന്റെ പേരെന്തോ? ഇതിന്റെ പേരെന്തോ? ഇതിന്റെ പേര് ഇതിന് പറയുന്നതാണ് പസനൂരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാട്ടർ. പസനൂരി വൈറ്റ് ആൻഡ് ബ്ലാക്ക് മീറ്റിംഗ് പ്ലേസ്. അങ്ങനെയാണ് കേട്ടോ ഇവിടെ വാട്ടറെല്ലാം നല്ല വ്യൂ ആണ്. അത്ര തണുപ്പില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്നോ ഉണ്ട് കേട്ടോ ഇവിടെ, കാണിച്ചു തരാം. സ്നോ കാണാൻ പറ്റുമോ? സ്നോ കണ്ടോ? നമുക്ക് ഇപ്പോൾ ഇത്രേ ഉള്ളൂ, ഇവിടെ ഇത്രേ ഉള്ളൂ. അടുത്ത നമ്മുടെ അടിപൊളി സ്ഥലം സ്നോ സ്ഥലം. ഇപ്പം മേളിലോട്ട് മൗണ്ടൻ്റെ അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സ്നോ അടിപൊളിയായിരിക്കും. നമ്മൾ അവിടെ പോയി കുറച്ച് കളിക്കും. സ്നോ നമ്മൾ വാനി കയറി കേട്ടോ, നമ്മൾ വാനി കയറി ഇനി നമ്മൾ സ്നോ സ്ഥലത്തോട് പോവാണ്. നമ്മൾ സ്നോമാൻ ഉണ്ടാക്കില്ലേ? നമ്മൾ സ്നോമാൻ ഉണ്ടാക്കുക കേട്ടോ. സ്നോമാൻ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒക്കെ നമ്മള് സ്നോയുടെ മേളിൽ കൂടെ കയറി നമ്മുടെ എന്തോ കേബിൾ കാറിൽ നമ്മൾ മേളിലോട്ട് പോകുന്നത്. അവര് മറ്റേ ഞങ്ങൾക്ക് നമ്മള് 4 പേരും ഒരു കേബിൾ കാർ. ആൾക്കാരെല്ലാം മേളിന്ന് താഴെ വിടും സെറ്റ് ചെയ്ത് താഴെ കിടക്കുന്നുണ്ടോ. അടിപൊളി നമ്മൾ ആ മേളിൽ പോയിട്ടാണ് നമ്മള് കളിക്കാൻ പോകുന്നത്. ഭയങ്കര ഡേഞ്ചർ ആണ്. എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യില്ല. കളിക്കാൻ അറിയുന്നവർക്ക് ഓക്കെ. അടിപൊളി കൈ നടക്കുന്നേ. ഭയങ്കര തണുപ്പാണ്. നമ്മളിനി താഴോട്ട് പോയ ഒന്നെങ്കിൽ ഇവിടെ കാണും. ആന്റിക്ക് ഭയങ്കര പേടിയായിട്ട് ഇതുവരെ കിട്ടാത്തൊരു ഫീലിംഗ് ഫീൽ ചെയ്തിട്ട് അതല്ലേ ഒരു മരണപ്രോളം വന്നായിരുന്നു. ഭയങ്കര തണുപ്പാ. അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് തണുപ്പായതുകൊണ്ട് കയ്യും എടുത്ത് വെളി വെക്കാൻ കഴിയില്ല. കണ്ടോ എല്ലാവരും പോയിട്ട് ഭയങ്കര തണുത്ത് വരച്ച കൈ നമുക്ക് അവിടെ പോയി പപ്പയും അവരൊക്കെ എന്തോ ഇവിടെ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് എനിക്ക് വേണ്ടത് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ പോകും, ചിലപ്പോൾ ഞാൻ പോകുന്നില്ല കേട്ടോ. ഡിപ്പെൻസ്. അടിപൊളിയാട്ടോ, അടിപൊളി സാധനം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ ഇല്ലില്ല അവനൊട്ടും പറ്റില്ല. ഇപ്പോൾ കുറച്ച് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്നോട്ടോ, ഇരുട്ടാട്ടോ. നമ്മൾ വന്നു. നമ്മളിനി ഇവിടെ പോവാം, ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഡേഞ്ചർ കൂടെ ആണ്. സൂക്ഷിച്ചാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി ഓടിക്കാൻ
എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ വലിയ ബൈക്ക് ഓടിക്കാരനാണ്. പക്ഷേ ഈ സ്കേറ്റിംഗ് വന്നിട്ട് ഈ ഇങ്ങനത്തെ ഐസിൽ വന്നിട്ട് ഇങ്ങനത്തെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് പവർ കുറഞ്ഞ വണ്ടി എടുത്ത് ഓടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, 2 ടൈപ്പ് വണ്ടി ഉണ്ട് കേട്ടോ. പവർ കൂടിയ വണ്ടിയാണ് പപ്പ ഓട്ടെ, പക്ഷെ അത്ര കിട്ടിയില്ല. അവൻ പറഞ്ഞ വണ്ടി വളരെ സിമ്പിളാന്നാ പറഞ്ഞത്. കേട്ടോ നമ്മള് ഹോട്ടൽ അടിപൊളി കേട്ടോ, നല്ല രസമാണ്. ഫുഡ് കഴിക്കാൻ വന്ന ഫുഡ് കഴിച്ചിട്ട് പറയാം. അങ്ങനെ നമ്മള് റിസോർട്ടിലെത്തി കേട്ടോ. റിസോർട്ടിലെത്തി ഫുഡ് കഴിക്കുന്ന വീഡിയോ അത്ര എടുത്തില്ല കേട്ടോ, സമയം കിട്ടിയില്ല. ഭയങ്കര വിശക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഭയങ്കര വെളിയിൽ ഭയങ്കര നടപ്പാണ്. അകത്ത് പോവാണ് കേട്ടോ. സെൻറ്ററിനകത്ത് ചെക്കിങ് ചെയ്യാൻ പോവാ. ചെക്കിങ് കേട്ടോ. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഉണ്ടോ? പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പോയപ്പോഴും കണ്ടേ ഇവിടെ പൂൾ റൂമുണ്ട്. ഇവിടെ കളിക്കാം കേട്ടോ. വേളി പോവാട്ടോ. കുറേ നേരമായി എഴുതിട്ട് സാധനം എടുത്തിട്ട് താഴെ പോവാം. ഇവിടെ റൂമിലോട്ട് പോവാണ്. ഞങ്ങളുടെ റൂം ഏതാപ്പാ? ഇതാണ് നമ്മുടെ റൂം. ഫ്രഷായി. ഇപ്പോൾ സമയം 10 മണി. ഞങ്ങളിന്ന് വേറെ റൂമിൽ പോയി ഞങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ പാട്ട് പാടാൻ ആൾക്കാരുണ്ട്, സിംഗേഴ്സ്, ഡാൻസേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേ. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. വീഡിയോ എടുക്കണം കേട്ടോ. ഈ ഒരു വൈബാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു